أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام على سيدنا محمد وعلى آله വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇസ്ലാമിലെ കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള ശിക്ഷകളുമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പറഞ്ഞു, ഇസ്ലാമിലെ ശിക്ഷാമുറ ഒരു പീഡനം എന്ന നിലയിലല്ല കാണേണ്ടത്, എന്ന നിലയിലല്ല താനും, മറിച്ച് കുറ്റകൃത്യങ്ങളില്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇത്തരം കർശനമായ ശിക്ഷാരീതികൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്നും അതിൽ കൊലപാതകം എന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് നാം പറഞ്ഞു. ഇനി ഇസ്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധകമായി കാണുന്ന ഒന്നാണ് മതഭ്രഷ്ട് എന്നുള്ളത്, അഥവാ റിദ്ദത്ത്. എന്താ റിദ്ദത്ത് എന്ന് പറഞ്ഞാൽ? പ്രായപൂർത്തിയും നല്ല ബുദ്ധിയുമൊക്കെയുള്ള ഒരാൾ മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്ന് തീരുമാനിക്കുക, അതിനാണ്, പുറത്തു പോകുന്നതിനാണ് റിദ്ദത്ത് എന്ന് പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട, ഇസ്ലാം നീചമായി പറഞ്ഞ കർശന ശിക്ഷാ വിധികൾ നിശ്ചയിച്ച ഒരു കുറ്റകൃത്യമാണ് റിദ്ദത്ത്. ഖുർആൻ പറഞ്ഞു, വമൻ യർതദിദ് മിൻകും അൻ ദീനിഹി, ആരെങ്കിലും തങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അഥവാ മുർത്തദായാൽ, ഫയമുത് വഹുവ കാഫിർ, അവൻ കാഫിറായി ചത്തുകൊള്ളട്ടെ. എന്നിട്ട് നിന്ദ്യനായി ഇസ്ലാം കാണുകയാണ്. ഖുർആൻ പറയുന്നു, ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, അവൻ എന്ത് സൽക്കർമ്മങ്ങൾ ഇനി ചെയ്തിട്ടും കാര്യമില്ല, ദുനിയാവിലും ആഖിറത്തിലും അവൻ ചെയ്ത നന്മകളൊക്കെ പൊളിഞ്ഞു പോകുന്നതാണ്. ഇസ്ലാമിലേക്ക് വീണ്ടും മടങ്ങിയാലും അവൻ്റെ ആ റിദ്ദത്തിൻ്റെ കാലാവധിയിൽ അവൻ ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ അതിനൊന്നും ഒരു പ്രതിഫലം കിട്ടുകയില്ല എന്ന്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, സംശയം വേണ്ട, അവർ നരകാവകാശികളാണ്, നരകത്തിൽ അവർ കാലാകാലം വസിക്കേണ്ടവരുമാണ് എന്ന്. അഥവാ നരകമാണ് അവൻ്റെ ശിക്ഷ, ശാശ്വതമായി അവൻ ആ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ, മുർത്തദായി കഴിഞ്ഞാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ, മതം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് അവനുമായി യാതൊരു ബന്ധവും പാടില്ല. എന്ന് പറഞ്ഞാൽ അവനുമായി വൈവാഹിക ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ അവന് അനന്തര സ്വത്ത്
ബാപ്പാൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനന്തര സ്വത്തൊന്നും അവന് ലഭിക്കുകയില്ല എന്നല്ല, അവൻ്റെ അനന്തര സ്വത്ത് ഇങ്ങോട്ടും വാങ്ങാനും പാടില്ല. എന്ന് പറഞ്ഞാൽ മതത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇസ്ലാമിനെ മതമായി ഉൾക്കൊണ്ട ഒരു വ്യക്തി പിന്നീട് അതിൽ നിന്ന് പോവുക എന്നുള്ളത് മഹാപാപമാണ്. എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് പുറത്തു പോവുക? മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ +1 നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഓർമ്മ പുതുക്കുന്നു. ഏതൊക്കെയാണത്? കാഫിറാകുന്നു എന്ന് മനസ്സിൽ തീരുമാനിക്കുക. അതോടുകൂടെ തന്നെ എന്ന് വേണ്ട, ഞാൻ പിന്നീട് കാഫിറാകുമെന്ന് ഇപ്പം മനസ്സിൽ കരുതിയാൽ പോലും അപ്പോൾ തന്നെ അവൻ മുർത്തദായി എന്നാണ്. നാം പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹ് ഇല്ല എന്ന് പറയുക, അല്ലെങ്കിൽ റസൂലിനെ നിഷേധിക്കുക. ഇങ്ങനെ അങ്ങനെ നബിയൊന്നുമില്ല, റസൂലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ നിഷേധിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു ഫർളോ സുന്നത്തോ ആയ കാര്യം നിഷേധിക്കുക. 5 വക്ത് നിസ്കാരം അത് ഫറളാണ്. ഇല്ല, നിസ്കാരം 5 വക്തൊന്നുമില്ല. അല്ലെങ്കിൽ വായിച്ചിട്ട് എവിടുന്നെങ്കിലും എന്തൊക്കെയും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ശരിയാണാ പറഞ്ഞത്, 5 വക്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തന്നെ മുർത്തദാവും. അതുപോലെ റമദാൻ മാസത്തിലെ നോമ്പ് തുടങ്ങി നിസ്സംശയം ഉറപ്പായ കാര്യങ്ങൾ നിഷേധിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുപോലെ ഒരു സുന്നത്തിനെ ഒരാൾ നിസാരപ്പെടുത്തി, ഒരാൾ പറയുകയാണ് നീ നഖം മുറിക്കണം കേട്ടോ, അത് സുന്നത്താണെന്ന് പറഞ്ഞു. നഖം മുറിക്കൽ സുന്നത്തായാലും ശരി, ഞാനൊന്നും ചെയ്യൂല എന്ന് പരിഹാസപൂർവം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിൽ നിന്ന് പോയി എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ അല്ലെങ്കിൽ ഇന്നത്തെ സംസ്കാരത്തോട് യോജിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ചില മതനിയമങ്ങളെയും മറ്റുമൊക്കെ പരിഹസിക്കുന്നതായി കാണാം. ഉദാഹരണമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചതിന് ശേഷം 3 വിരലുകൾ ഊമ്പാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിരലുകൾ നക്കുക എന്നുള്ളത് അതൊന്നൊരു മര്യാദയല്ല എന്ന് പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നാണ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു അവയവത്തെ നിസ്സാരപ്പെടുത്തി അത് ഇകഴ്ത്തി എങ്കിൽ പോലും മതത്തിൽ നിന്ന് പുറത്തു പോകും. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷഹ്റെ മുബാറക്ക്, അവിടുത്തെ തിരുകേശം, അതിനെ നിസാരമാക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റുകയില്ല. മതത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരു സംഗതിയാണത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ വായിച്ചിങ്ങനെ പഠിച്ച് വലുതായി അങ്ങനെ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്താണ് അവൻ്റെ വിധി? അവനുള്ള ശിക്ഷ എന്താണ്? ഇസ്ലാം പറയുന്നു, അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല, അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് പോയ ആൾക്കാരൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞ് ഒരു അക്രമമാണത്? അല്ല. ഒരു മതവിശ്വാസി മനസ്സിലാക്കിയിരിക്കണം, ഞാൻ എൻ്റെ മതം, ഇസ്ലാം എന്ന് പറയുന്ന പവിത്രമായ എൻ്റെ വിശ്വാസം ഞാൻ ഒഴിവാക്കിയാൽ എനിക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ നരകമാണ്, നരകത്തിൽ ഖാലിദാണ്. അതുപോലെ ദുനിയാവിൽ എനിക്കുള്ള ശിക്ഷ, ഞാൻ ദുനിയാവിൽ ജീവിക്കേണ്ടവനല്ല എന്ന നിലയിൽ ഭരണാധികാരിക്ക് എന്നെ കൊല ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. അഥവാ റിദ്ദത്ത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല. റിദ്ദത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കണം എന്ന ഒരു ചിന്ത അവനുണ്ടാവും. അതുകൊണ്ട് മതം കൊണ്ട് ആരും കളിക്കാൻ പിന്നെ തുനിയുകയുമില്ല എന്നതാണ് ഈ റിദ്ദത്തിനുള്ള ഈ ശിക്ഷ ഇസ്ലാം നിശ്ചയിച്ചതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കുറ്റകൃത്യമാണ് വ്യഭിചാരം എന്നുള്ളത്. നാം പഠിച്ചിട്ടുണ്ട്.
ഫലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷതൻ വസഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്, അത് മ്ലേച്ഛമാണ്, വസഅ സബീല, ദുർമാർഗവുമാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചാരത്തിന് ദുനിയാവിൽ ശിക്ഷയുണ്ട്, ആഖിറത്തിൽ ശിക്ഷയുണ്ട്. നാളെ പാരത്രിക ലോകത്തും അവൻ ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, നാം ഈ ഭാഗവും +1 നിന്ന് നാം വേണ്ട പോലെ പഠിച്ചിട്ടുണ്ട്. ഇസ്രാഇൻ്റെ രാത്രി, നിശാപ്രയാണത്തിൻ്റെ രാത്രി, പല കാഴ്ചകളും കണ്ട കൂട്ടത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു കാഴ്ച നമ്മോട് പറഞ്ഞില്ലേ, ഒരു പരിശുദ്ധമായ ഭൂമിയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് അടുപ്പ് പോലെയുള്ള ഒരു ദ്വാരത്തിൻ്റെ അടുത്താണ്. അതിൻ്റെ മുകൾ ഭാഗം കുടുസാണ്, അടിഭാഗമാണെങ്കിലോ വിശാലവുമാണ്. അങ്ങനെയുള്ള ഒരു ദ്വാരം ഞങ്ങൾ കണ്ടു. അതിൻ്റെ അടിയിൽ തീ കത്തിക്കുന്നുണ്ട്. തീ കത്തിക്കുമ്പോൾ കുറേ ആളുകളെ മുകളിലേക്ക് പൊന്തി വരുന്നു. പിന്നീട് ആ തീ അണയുമ്പോൾ നേരെ താഴേക്ക് തന്നെ പോകുന്നു. ഇവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇവർ വ്യഭിചാരികളായ സ്ത്രീകളും പുരുഷന്മാരുമാണ് എന്ന് പറയപ്പെട്ടു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ അത്തരം വ്യഭിചാരം ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞത് എന്താ? യുളാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന. അന്ത്യനാളിൽ ഇരട്ടിയായിരിക്കും അവർക്കുള്ള ശിക്ഷ. മാത്രവുമല്ല, നിന്ദ്യരായി ആ ശിക്ഷയിലായി അവർ കാലാകാലം കഴിയേണ്ടി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു വരുന്നത് അത്രമാത്രം നീചമായി, വൃത്തികേടായി, മോശമായി കണ്ട വ്യഭിചാരം, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് വ്യഭിചാരത്തിൻ്റെ മാർഗങ്ങളെയും വഴികളെയും ഒക്കെ ഇസ്ലാം കൊട്ടിയടക്കുകയാണ് ചെയ്തത്. എന്നിട്ടും വ്യഭിചരിക്കുന്നവൻ, അവന് കഠോരമായ ശിക്ഷയാണ് ഉള്ളത്. എന്താണുള്ളത്? വിവാഹിതനാണ് എങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ്. അവിവാഹിതനാണെങ്കിലോ 100 അടി അടിക്കുകയും നാട് കടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു ശിക്ഷ ഭരണാധികാരി നടപ്പിലാക്കിക്കൊള്ളണം എന്നുമാണ്. വ്യഭിചാരം ഇത്രമാത്രം കഠിനമായ ശിക്ഷ, അഥവാ എറിഞ്ഞു കൊല്ലുക അല്ലെങ്കിൽ 100 അടി അടിച്ച് നാട് കടത്തുക എന്ന ശിക്ഷയൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ശിക്ഷ പെട്ടെന്ന് നടപ്പിലാക്കാമെന്നൊന്നുമല്ല, മറിച്ച് അതിൽ നിന്നൊക്കെ എത്രമാത്രം ഇവനെ ശിക്ഷിക്കാതെ സംരക്ഷിക്കാൻ കഴിയുമോ അത്രയും രൂപങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ട് നിക്കാഹിലൂടെ അനുവദനീയമല്ലാത്ത ലൈംഗിക വീഴ്ച നടത്തുക, എന്നാൽ മാത്രമേ ഈ ശിക്ഷ അവന് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, ഒന്നിരിക്കൽ സ്വയം അവൻ കുറ്റം സമ്മതിക്കണം, അല്ലെങ്കിൽ അവൻ വ്യഭിചരിക്കുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് 4 പുരുഷന്മാർ സാക്ഷി നിൽക്കണം. അതിൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞാൽ ഇവന് ഈ ശിക്ഷയ്ക്ക് അർഹനല്ല. മാത്രവുമല്ല, കുറ്റം സമ്മതിച്ച ഒരാൾ പിന്നീട് മടങ്ങിയാൽ, പിന്നീട് അതിൽ നിന്ന് പിന്മാറിയാൽ അവന് ശിക്ഷ ലഭിക്കുകയുമില്ല. മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്മാറാൻ പറഞ്ഞതുപോലെ ഒരു ഭരണാധികാരിക്ക് ആ ശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയും ചെയ്യാം. പറഞ്ഞു വന്നത്, ഒരിക്കലും ഇതൊരു പീഡനമുറയല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ഇസ്ലാം ഇത്ര കഠിനമായ ശിക്ഷ സംവിധാനിച്ചത്? തെറ്റിൽ നിന്ന് പിന്മാറട്ടെ, ഇങ്ങനെ ഒരു ശിക്ഷ എനിക്ക് ലഭിക്കേണ്ടി വരുമല്ലോ, എൻ്റെ കുറ്റം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂലോകത്ത് ജീവിക്കാൻ അർഹനല്ല. വിവാഹിതനാണ് എങ്കിൽ
അവിവാഹിതനാണെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കേണ്ടവനുമല്ല, നിന്ദ്യരായി ആളുകൾക്ക് മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ആളുമാണ് എന്ന ഒരു ബോധം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും തെറ്റിൽ നിന്ന് പിന്തിരിയും. വ്യഭിചാരമെന്ന് പറയുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല. നല്ല സുന്ദരമായ അന്തരീക്ഷമാണ് ഉണ്ടാവുക. അതിൻ്റെ പേരിലാണ് ഇസ്ലാം ഇങ്ങനെ ഒരു ശിക്ഷ നിയമമാക്കിയത് എന്ന്. ഈ ഭാഗം നമുക്ക് കിതാബിൽ നിന്ന് വായിക്കാം. കിതാബ് എടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ ഇർതദ്ദ അനിൽ ഇസ്ലാം ഖുതില ഹാലൻ ബിലാ ഇംഹാലിൻ ഇല്ലം യതുബ് ബഅദ ഇസ്തിതാബതി വസ്സിന അക്ബറുൽ കബായിരി ബഅദൽ ഖത്ൽ വഹുവ ഈലാജു ഹഷ്ഫ ഫീ ഫർജി മുഹറമിൻ ഖുബലിൻ ഔ ദുബരിൻ മിൻ ആദമിയിൻ ഹയ്യിൻ ദക്കരിൻ ഔ ഉൻസ മഅ ഇൽമി തഹരീമി വയസ്ബുതു ബിഇഖ്റാരി الزاني وببينة وهي في الزنا 4 رجال رأوا الزانية يزني وحده الرجم إن كان محصنا 100 جلدة وتغريب عام إن كان بكرا وإنما يستوفي الحد الإمام أو نائبه ومن ارتد عن الإسلام ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ, മുർത്തദായാൽ, ഖുതില ഹാലൻ ബിലാ ഇംഹാൽ, യാതൊരു താമസവുമില്ലാതെ ഉടനെ അവനെ വധിക്കണം. ഇല്ലം യതുബ് ബഅദ ഇസ്തിതാബതി, അവനോട് തൗബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് തൗബ ചെയ്യുന്നില്ല എങ്കിൽ, തൗബ ചെയ്യാൻ പറഞ്ഞു, വേഗം നീ ദീനിലേക്ക് മടങ്ങി വാ, നീ ചെയ്ത് വലിയ ഗുരുതരമായ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഉപദേശിച്ചു. എന്നിട്ട് തൗബ ചെയ്യാൻ പറഞ്ഞപ്പോഴോൻ തൗബ ചെയ്യുന്നില്ല എങ്കിൽ ഭരണാധികാരി അവനെ വധിക്കണം എന്നതാണ്. അപ്പോൾ മുർത്തദിൻ്റെ, രിദ്ദത്തിൻ്റെ ശിക്ഷ എന്താ? ഖത്ൽ എന്നുള്ളതാണ്, അവനെ വധിക്കുക എന്നുള്ളതാണ്. വസിന അക്ബറുൽ കബായിരി ബഅദൽ ഖത്ൽ, കൊലപാതകം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം എന്നുള്ളത്. ബഹുവ, എന്താണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ? ഈലാജു ഹഷഫത്തിൻ ഫി ഫർജിൻ മുഹറമിൻ ഖുബൂലിൻ ഔ ദുബുരിൻ മീൻ ആദമിയിൻ ഹയ്യിൻ ദക്കരിൻ ഔ ഉൻസ മഅ ഇൽമി തഹരീമി. വ്യഭിചാരം ഹറാമാണെന്നറിഞ്ഞുകൊണ്ട് ജീവനുള്ള സ്ത്രീയോ പുരുഷനോ ആയ വ്യക്തിയുടെ നിഷിദ്ധമായ ഗുഹ്യസ്ഥാനം, മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, അതിൽ പുരുഷൻ്റെ ലിംഗാഗ്രം പ്രവേശിക്കുക എന്നുള്ളതിനാണ് സിന എന്ന് പറയുന്നത്. ഇലാജു ഹഷഫ ഫി ഫർജിൻ മുഹറമിൻ, നിഷിദ്ധമായ എന്ന് പറഞ്ഞാൽ നിക്കാഹ് കഴിക്കാത്ത അനുവദനീയമായ രൂപത്തിലല്ല എന്ന്. ഫർജിൽ ലിംഗാഗ്രം പ്രവേശിപ്പിക്കലാണ്. ഖുബുലിൻ ഔ ദുബരിൻ, അത് മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ. മിൻ ആദമിയിൻ ഹയ്യിൻ, ജീവനുള്ള മനുഷ്യരുടെ. ദക്കരിൻ ഔ ഉൻസ, സ്ത്രീയോ പുരുഷനോ ആവട്ടെ. എങ്ങനെയാണെങ്കിലും സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആരുടേതായാലും മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, അവരുടെ ലിംഗാഗ്രം പ്രവേശിപ്പിക്കൽ കൊണ്ട് തന്നെ അവൻ കുറ്റത്തിന് അർഹനായി. അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വയസ്ബുതു, വ്യഭിചാരം സ്ഥിരീകരിക്കും. ബി ഇഖ്റാരി സാനി, വ്യഭിചരിച്ചവൻ കുറ്റം സമ്മതിക്കൽ കൊണ്ട്. വയസ്ബുതു, വ്യഭിചാരം സ്ഥിരപ്പെടും. ബി ഇഖ്റാരി സാനി, വ്യഭിചരിച്ചവൻ കുറ്റം സമ്മതിക്കൽ കൊണ്ടും. വബി ബയ്യിനത്തിൻ, ബയ്യിനത്ത് കൊണ്ടും. എന്താ ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ? വഹിയ ഫി സിന 4 റിജാൽ, 4 സാക്ഷികളാണ്. അപ്പോൾ വ്യഭിചാരം സ്ഥിരീകരിക്കും. വഹിയ ഫി സിന, സിനയിൽ സാക്ഷികൾ 4 റിജാൽ, 4 പുരുഷന്മാരാണ്. റഅൗ ബിസ്സാനിയ യസ്നി, ഈ വ്യഭിചാരി വ്യഭിചരിക്കുന്നതായി കണ്ട 4 പുരുഷന്മാർ, അവർ സാക്ഷി നിന്നാലും വ്യഭിചാരം സ്ഥിരീകരിക്കും, സ്ഥിരപ്പെടും. വഹദ്ദുഹു അർജും, വ്യഭിചാരിക്കുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ്. ഇൻകാന മുഹ്സനൻ, വ്യഭിചാരി അവൻ വിവാഹിതനാണ് എങ്കിൽ. വമിഅത്തു ജൽദത്തിൻ വതഗ്രീബു ആം, 100
അടിയും അവനെ നാട് കടത്തുക മറ്റൊരു നാട്ടിലേക്ക്, മസാഫത്തുൽ ഖസ്ർ 132 കിലോമീറ്റർ അപ്പുറമുള്ള നാടിലേക്ക്. അന്നത്തേക്ക് അറേബ്യൻ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കിയിട്ടാണത് പറയുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹും അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഷാമിലേക്കും മറ്റുമൊക്കെ ഇങ്ങനെ വ്യഭിചാരം നടത്തിയിരുന്ന അവിവാഹിതരെ നാട് കടത്തിയിരുന്നതായി കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇൻകാന ബിക്റൻ, അവിവാഹിതനാണ് എങ്കിൽ, അപ്പോൾ അവിവാഹിതനാണ് എങ്കിൽ 100 അടി അടിക്കുകയും നാട് കടത്തുകയും ചെയ്യുക എന്ന്. വഇന്നമാ യസ്തൗഫിൽ ഹദ്ദ അൽ ഇമാമു ഔ നഇബുഹു. ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭരണാധികാരിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനോ നായിബോ ആണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന്. മനസ്സിലായല്ലോ? ഈ ഭാഗം നോട്ട് ചെയ്ത് ഉസ്താദിന് അയച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ കുറ്റകൃത്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليه